കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് ഒരു വ്യവസായത്തിന്റെ വിജയത്തിന് അനിവാര്യം. ഗൾഫ് യുദ്ധം നഷ്ടപ്പെടുത്തിയ മോഹങ്ങൾ ജന്മനാട്ടിൽ പുനരുജ്ജീവിപ്പിച്ചെടുത്ത ഒരു വ്യവസായ സംരംഭകനെ പരിചയപ്പെടാം. കൈലാത്ത് കുര്യാക്കോസ് ജോസഫ്. സ്വയം തൊഴിൽ കണ്ടെത്തി മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്ന കുര്യാക്കോസിന്റെ വിജയകഥ. അധ്വാനവും അർപ്പണബോധവുമാണ് വ്യാവസായിക വിജയത്തിന് അടിസ്ഥാനമെന്നറിഞ്ഞ് ചെറുകിട വ്യവസായത്തിലൂടെ മുന്നേറുന്ന യുവസംരംഭകൻ പായിപ്പാട് കുര്യാക്കോസ് ജോസഫ്. ഗൾഫ് മോഹങ്ങൾ യുദ്ധഭീകരതയിൽ പൊലിഞ്ഞു വീണപ്പോൾ കേരളത്തിന്റെ നാടി മിടിപ്പറിഞ്ഞ് സ്വയം തൊഴിൽ കണ്ടെത്തിയ കർമ്മധീരൻ. സയൻസ് ബിരുദത്തിനൊപ്പം നേടിയെടുത്ത ഇലക്ട്രോണിക്സ് അറിവുകൾ വരുമാന മാർഗമാക്കിയെടുക്കുകയെന്ന മോഹമായിരുന്നു കുര്യാക്കോസിന്. വൈദ്യുതി ക്ഷാമത്തിന്റെയും പവർ കട്ടിന്റെയും നാടായ കേരളത്തിൽ വ്യാവസായ വികസനത്തിന് തിരിവട്ടം തെളിയിച്ച് മുന്നേറുകയാണ് അദ്ദേഹം. സൂര്യതാപം കൊണ്ട് പ്രകാശിക്കുന്ന വിളക്കും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇൻവെർട്ടറും സ്വന്തം പരീക്ഷണത്തിന്റെ മേന്മയിലാണ് കുര്യാക്കോസ് വികസിപ്പിച്ചെടുത്തത്. അതൊരു വ്യവസായ സംരംഭമാക്കാൻ പിന്നെ മറ്റൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് എത്തിയതും യാദൃശ്ചികമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുവൈറ്റ് ആദ്യത്തെ യുദ്ധകാലത്ത് നാട്ടിൽ വന്ന് പെടേണ്ട വന്നു. പിന്നെ കണ്ടാൽ എനിക്ക് പോകാനൊത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമല്ലോ എന്ന് കണ്ട് ഇമ്മീഡിയറ്റായിട്ട് എന്ന് പറ്റാൻ പറ്റിയത് ഒരു ഡ്രൈവിംഗ് സ്കൂള്, ഒരു STD ബൂത്ത്, ഒരു ട്രാവൽ ഏജൻസി ഇത്രയും തുടങ്ങി. അപ്പോൾ STD ബൂത്ത് തുടങ്ങി അന്ന് ഇവിടെ ടെലിഫോൺ കിട്ടാൻ വലിയ പാടാണ്. 5 വർഷം 10 വർഷമൊക്കെ നോക്കിയിരുന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ടൊരു ബൂത്തിന് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കിട്ടുമെന്ന് ബൂത്ത് കിട്ടി. 24 മണിക്കൂർ വർക്കിംഗ് ആയി. കാര്യം അടുത്ത ഏരിയയിലെങ്കിൽ വന്ന് ഇവിടെ ബൂത്തില്ല. അപ്പോൾ എനിക്ക് 24 അവർ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ നൈറ്റിൽ ഞാൻ ആളിനെ ഇരുത്തി. മിക്കവാറും നൈറ്റ് കറണ്ട് കാണത്തില്ല, മെഴുതി കത്തിയും വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതിന് ഞാൻ ഒരു ജനറേറ്റർ വാടകയ്ക്ക് എടുക്കാം. അപ്പോൾ ഇൻവെർട്ടറെ കുറിച്ച് എനിക്കറിയാം. അപ്പോൾ ഇലക്ട്രോണിക്സൊക്കെ അറിയാമായിരുന്നു. എന്നെ പറഞ്ഞ് അസംബിൾ ചെയ്യാനുള്ള മടി കൊണ്ട് എന്നെ ഒരു ജനറേറ്റർ എടുക്കാമെന്ന് കണ്ട് ഇങ്ങനെ തപ്പി നടന്നു. പിന്നെ ഇൻവെർട്ടറിലേക്ക് തിരിഞ്ഞു. ഇൻവെർട്ടർ ആകുമ്പോൾ അകത്ത് തന്നെ ഇരിക്കുമല്ലോ. ജനറേറ്റർ വെറുത്ത് വെളി വെച്ചാൽ വലിയൊരു അടിച്ചുകൊണ്ട് പയ്യനിരുന്ന് ഉറങ്ങി കഴിഞ്ഞാലേ വലിയൊരു അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഇൻവെർട്ടർ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഇൻവെർട്ടർ ആദ്യമേ ഒരെണ്ണം വാങ്ങി. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു ഇൻ്റർനാഷണൽ കമ്പനി മാർക്കറ്റിലോട്ട് ഇവിടെ വന്നിട്ടുമില്ല, എന്നെ ആൾക്കാർക്ക് കൂടുതൽ ആവശ്യമുള്ള സാധനമാണ്. അങ്ങനെ ഒരു 10 വർഷം മുമ്പ് ഇതിന് വലിയ മാർക്കറ്റൊന്നും ഇല്ല വലുതായിട്ട്. എന്നാൽ ഇതിലേക്കൊന്ന് കടന്നേക്കാമെന്ന് ചിന്തിച്ചു. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഒരു ഇൻവെർട്ടർ അസംബിൾ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. അതിനുശേഷം വന്ന് 2 എണ്ണമായി. അങ്ങനെ ഓരോന്ന് അസംബിൾ ചെയ്താണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നത്. സ്വന്തം ആവശ്യത്തിനുള്ള ഇൻവെർട്ടറിൽ നിന്ന് തുടങ്ങിയ സംരംഭം സ്വന്തം ജീവിതോപാധിയാക്കുന്നതിന് കുര്യാക്കോസിന് വീണ്ടും യത്നിക്കേണ്ടി വന്നു. ഇവയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകളും സഹായങ്ങളും നേടിയെടുത്ത അദ്ദേഹം തന്റെ ചെറുകിട വ്യവസായം വിപുലമാക്കി. സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ആ ടെക്നോളജി അവരവരുടെ സ്റ്റൈൽ അനുസരിച്ച് കൊണ്ടുവരണം. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിനൊത്തിരി കോമ്പറ്റീഷൻ കാണും. നമ്മളോട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു നാളെ ഈ പ്രസ്ഥാനം തുടങ്ങിയെന്ന് വരും. അപ്പോൾ അതിലൊരു കണ്ണ് നട്ടുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങാമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആ ഒരു രീതിയാണ് അഡോപ്റ്റ് ചെയ്തത്. സാധാരണ എല്ലാവരും ഒരു മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം കൂടെ ഉണ്ടാക്കാൻ വേറെ ആരെങ്കിലും ഇത് വിറ്റ് കൊടുക്കണം. അവർക്ക് ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ. വിൽക്കാൻ വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. 10ഓളം വനിതാ ജീവനക്കാരെയും 3-4 യുവാക്കളെയും ഉൾപ്പെടുത്തി കുര്യാക്കോസ് സംരംഭം വീണ്ടും വിപുലീകരിച്ചു. ഒപ്പം ഭാര്യ മോളിയുടെ സഹായവും. എന്നാൽ എല്ലാ കാര്യങ്ങളും നേരിട്ട് ശ്രദ്ധിക്കുന്നത് കുര്യാക്കോസ് തന്നെ. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി തയ്യാറാക്കുന്നതും വിൽപ്പനാനന്തര സേവനവുമാണ് വിജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം പറയുന്നു. തന്റെ പരീക്ഷണത്തിൽ വിളഞ്ഞ 3 ഉൽപ്പന്നങ്ങളും കേരളീയ ചുറ്റുപാടിലും കാലാവസ്ഥയിലും അനുയോജ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. സോളാർ ഇൻവെർട്ടറിനെ നമുക്ക് ഒരു വീട്ടിലെ ഇതിന് പവർ ഹൗസ് എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. അതായത് ഒരു വീട്ടിലുള്ള എല്ലാ ഐറ്റംസും ഇതേ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഫ്രിഡ്ജ്, 1/2 ഹോഴ്സ് മോട്ടർ, വാട്ടർ പമ്പ്, അയണ്, വാഷിംഗ് മെഷീന്, മിക്സി, ഗ്രൈൻഡർ, ഇതൊക്കെ ഇതേ വർക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ ലൈറ്റ്, ഫാന്, TV ഇതിനെ പറയും. അപ്പോൾ ഒരു വീട്ടിലെ ഇതും സോളാർ പാനലും ഉണ്ടെങ്കിൽ പിന്നെ KSB സപ്ലൈയുടെ ആവശ്യമില്ല. ഒരു സാധാരണ വീട്ടിൽ സോളാർ ലാൻഡാണ് ഇത്. സാധാരണ ലോ കോസ്റ്റ് ആയിട്ടുള്ളൊരു സോളാർ ഡിവൈസാണ് ഇത്. കറണ്ട് ഇല്ലാത്ത വീടുകൾക്ക് ഒരു 8 മണിക്കൂർ നമുക്ക് സോളാറിൽ നിന്ന് ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ആവശ്യത്തിനുള്ള വെട്ടം കിട്ടും. ഇത് മറ്റ് ഈ എമർജൻസി ലൈറ്റിനേക്കാളൊക്കെ ലാഭകരമാണിത്. ഞങ്ങൾ UPS 0.5 kV, 1 kV, 2 kV
3 മോഡലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 1 kV ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവർക്ക് ഫുൾ ഡേ കറണ്ട് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള സംവിധാനം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത് അവർക്കൊരു 4-5 കമ്പ്യൂട്ടർ ഇതായാലും വർക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർക്കൊക്കെ വളരെ ലോ കോസ്റ്റിൽ ഇത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് 1 kV UPS. കുര്യാക്കോസിന്റെ മോഹങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. നാടിനാവശ്യമായ കൂടുതൽ ഉൽപ്പന്നങ്ങൾ പരീക്ഷണത്തിലൂടെ കൊണ്ടുവരികയാണ് ലക്ഷ്യം. അപ്പോൾ അടുത്ത ലക്ഷ്യം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ സോളാറിൽ തന്നെ വർക്ക് ചെയ്യുന്ന AC-കൾ, ചെറിയ മിനി AC-കൾ ചെറിയ ക്യാബിനിലേക്ക് അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിലേക്കൊക്കെ കൂൾ ചെയ്യത്തക്ക രീതിയിലുള്ള ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് ഓൾറെഡി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഒന്നും ആയിട്ടില്ല. അതായത് ഒരു 1.5 kV ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അതിലിപ്പോൾ സാധാരണ ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, വാഷിംഗ് മെഷീനൊക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ലോ കോസ്റ്റിലെ ഒരു അത്യാവശ്യം ഒരു മുറി കൂൾ ചെയ്യാനായിട്ടുള്ള സംവിധാനം ചെയ്യുക. സാധാരണ ഇൻവെർട്ടറിന് വളരെ ഇത് AC-ക്ക് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിലുമൊക്കെ വളരെ കോസ്റ്റ്ലി, സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കറണ്ട് കുറവെടുക്കത്തക്ക രീതിയിലുള്ള AC ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. നല്ല പ്രോഡക്റ്റ് മാർക്കറ്റ് വിടുക. ഇനി വിടുക തന്നെ ആകുന്നില്ല, അതിന് പുറകെ തന്നെ കൂടണം. കാര്യം അത് കംപ്ലയിൻ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കസ്റ്റമർക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കസ്റ്റമർക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അപ്പോൾ നമ്മളാണത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് സർവീസ് കൊടുക്കുക. അതാണ് ഏറ്റവും ബാക്കപ്പ് നമുക്ക് ബിസിനസ്സിന് കിട്ടാൻ സാധ്യതയുള്ളത്. അതെ, കുര്യാക്കോസ് തന്റെ 8-അംഗ കുടുംബവുമായി മുന്നോട്ട് നീങ്ങുകയാണ് കൂടുതൽ മേഖലകൾ താണ്ടാൻ. വളക്കൂറില്ലെന്ന് പലരും പാടിപ്പരത്തിയ കേരള മണ്ണിൽ വ്യവസായത്തിന്റെ 100 മേനി വിളയിക്കാൻ. കുര്യാക്കോസിന്റെ വിജയകഥ മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ. കേരളം വ്യവസായത്തിന് വളക്കൂറുള്ള മണ്ണാണെന്ന് ഇത്തരം വ്യവസായ സംരംഭകരാണ് തെളിയിക്കേണ്ടത്. പ്രഭാതവന്ദനം